നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10th കഴിഞ്ഞവരൊക്കെ തന്നെ ഹയർ സെക്കൻഡറിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയമാണ്. ഇതിനോടൊപ്പം തന്നെ പലരും ആ ഒരു ലിസ്റ്റിനകത്തൊക്കെ കണ്ടതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. പലപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയുടെയൊക്കെ തന്നെ അഡ്മിഷന്റെ സമയത്ത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോളേജ് വിദ്യാഭ്യാസത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ പലരും ഈ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരുപാട് ചാനലിന്റെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് വേണ്ടത് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മുടെ കോളേജുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയല്ല. അതിന് പ്രത്യേകിച്ച് നമ്മൾ അപേക്ഷിക്കുകയും അതുപോലെ തന്നെ അത് സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടവരെന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ചവരാണ്. ഇപ്പോൾ CBSE ICSE അല്ലെങ്കിൽ കേരള സിലബസോ ഒക്കെ തന്നെ കേരളത്തിനുള്ളിലോ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ ഒക്കെ പഠിച്ചവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മറ്റ് സിലബസുകൾ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർ, അല്ലെങ്കിൽ ആന്ധ്രയാണെങ്കിൽ ആന്ധ്രയിലെ സ്റ്റേറ്റ് സിലബസ്, അല്ലെങ്കിൽ കർണാടകയിലെ സ്റ്റേറ്റ് സിലബസ്, ഇതൊക്കെ പഠിച്ചവർക്കാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് കേരള സ്റ്റേറ്റിന്റെ തന്നെ സിലബസുകൾ, നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പഠിക്കുന്നവർ കേരള സ്റ്റേറ്റിന്റെ സിലബസ് പഠിക്കുന്നവരുണ്ട്. അതുപോലെ അവിടെ CBSE ഉണ്ട്, ICSE ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ട. പക്ഷേ നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സിലബസ് പഠിച്ചവർക്കാണ് നമ്മൾ ഇക്വലൻസി ഇപ്പോൾ കേരളത്തിൽ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് ആണ് വേറൊരു സംസ്ഥാനം, ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട് പഠിച്ചവരാണ്, തമിഴ്നാട് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർ ഇവിടെ കേരളത്തിൽ വന്ന് കേരള സ്റ്റേറ്റിൻ്റെ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പ്രധാനമായിട്ടും അതിന് നമ്മൾ വെള്ള പേപ്പറിൽ എഴുതിയ ഒരു അപേക്ഷയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. അതിൽ വെള്ള പേപ്പറിലുള്ള അപേക്ഷയോടൊപ്പം നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ തന്നെ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തൊരു കോപ്പി കൊടുക്കണം. അതുപോലെ SCERTയുടെ ഡയറക്റ്റായിട്ട് നമ്മൾ 500 രൂപയുടെ ഒരു ചെല്ലാൻ അല്ലെങ്കിൽ DD എടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. SCERTയുടെ ഡയറക്ടർക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ 50 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറിനകത്ത് നമ്മളൊരു ഡിക്ലറേഷനും കൂടി എഴുതി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ സത്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ അതൊരു കറക്റ്റാണ്, കേരള സ്റ്റേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിലൊരു ഇക്വലൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സത്യവാങ്മൂലവും നമ്മൾ കൊടുക്കണം. ഇതൊക്കെ തന്നെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സ്കൂളുകളിൽ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്കൂളിലോ ഒക്കെ പഠിച്ചവർക്കാണ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി ഇത് കൂടാതെ തന്നെ അവിടെ വേറെയുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റെക്കഗ്നിഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അത് സ്ഥാപന മേധാവിയുടെ പേരിലൊക്കെ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാലൊക്കെ കിട്ടുന്നതായിരിക്കും. ആ ഒരു റെക്കഗ്നിഷൻ്റെ കോപ്പി വേണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച സിലബസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ളത്, അത് മിക്കവാറും ഹെഡ് തന്നെ അത് പ്രിൻ്റ് ചെയ്ത് അത് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി ആയിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസിന്റെ കോപ്പിയും ഉൾപ്പെടെ വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ട്. അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബോർഡുകളിലൊക്കെ പഠിച്ചവർക്ക് വേണം അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിനകത്തോ പുറത്തോ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ പോലും കേരള സ്റ്റേറ്റിന്റെ സിലബസോ ICSEയോ CBSEയോ പഠിച്ചവർക്ക് ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആ സംസ്ഥാനങ്ങളുടെ സിലബസ് പഠിച്ചു വന്നവർക്ക് മാത്രമാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ.